നമസ്കാരം, ഞാൻ വിനീഷ് ഷോണി. ജോലിയോ ബിസിനസ്സോ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും സാമ്പത്തിക ഞെരുക്കം എല്ലാവർക്കും വരാറുണ്ട്. അന്നേരം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പേഴ്സണൽ ലോൺ. ഈ പേഴ്സണൽ ലോൺ എപ്പോൾ എന്തിന് എടുക്കണം എന്നതിനെ കുറിച്ച് ശക്തമായിട്ടും അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വലിയ ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആവശ്യമോ വരുന്ന ഘട്ടത്തിലാണ് ആളുകൾ കടം വാങ്ങിക്കുന്നത്, അല്ലെ? നിലവില് വായ്പ ലഭ്യത കൂടുതലായതിനാൽ കൂടുതൽ ആളുകളും ഇത് തെരഞ്ഞെടുക്കുന്നു. എളുപ്പമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. വായ്പ ലഭ്യത എളുപ്പമാകുന്നതിനനുസരിച്ച് പലിശ നിരക്കും വളരെ കൂടുതലായിരിക്കും എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശരിക്കും വായ്പ എടുക്കാൻ മാത്രമുള്ള സാമ്പത്തിക ഞെരുക്കത്തിലാണോ നിങ്ങൾ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അതായത് ചിലർക്ക് അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നിരുന്നാൽ അവർ പേഴ്സണൽ ലോൺ കിട്ടും എന്ന് പറയുമ്പോൾ എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾക്ക് വായ്പ എടുക്കാം. എന്തൊക്കെ? 3 കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന് സാമ്പത്തിക സ്ഥിരത. നിങ്ങളുടെ അടിസ്ഥാന സാമ്പത്തിക സ്ഥിതി ഉറച്ചതാണെങ്കിലും വരുമാനവും EMI തിരിച്ചടക്കാനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ മാത്രം വായ്പ എടുക്കുക. വരുമാനം ഉണ്ടാവണം, EMI കൃത്യമായിട്ട് തിരിച്ചടക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് സ്വയം നമ്മൾ വിലയിരുത്തണം. എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് അതുപോലെയുള്ള ഫണ്ട് സോഴ്സ് ഉണ്ട്, റവന്യൂ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. അതാണ് സാമ്പത്തിക സ്ഥിരത. 2, അടിയന്തര സാഹചര്യങ്ങൾ, വ്യക്തിഗത ദുരന്തങ്ങൾ, അപകടങ്ങൾ, ശസ്ത്രക്രിയകൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഫണ്ടുകളുടെ ആവശ്യം അനിവാര്യമാകുമ്പോൾ മാത്രം എടുക്കുക. അല്ലാത്ത സമയങ്ങളിലൊന്നും എടുക്കരുത്. അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തും വരാം അടിയന്തരമായിട്ട്. അവ അന്നേരം നിങ്ങൾക്ക് ഇത് എടുക്കാം. ദീർഘകാല അഭിവൃദ്ധി. മൊത്തത്തിലുള്ള വ്യക്തിഗത വായ്പ നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക അഭിവൃദ്ധിക്കും ലക്ഷ്യങ്ങളെയും തടസ്സപ്പെടുത്തുകയില്ലെങ്കിൽ മാത്രം വായ്പ പരിഗണിക്കുക. അതായത് ലോങ് ടേമിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ലോണുകളും അതുപോലെ തന്നെ ദീർഘകാല സാമ്പത്തിക കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പണിയാവും. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് തടസ്സപ്പെടുത്തലൊന്നും ഇല്ലെങ്കിൽ മാത്രം എടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോം ലോൺ ഉണ്ട്, അപ്പൊ അത് ലോങ് ടൈമിൽ റൺ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് എല്ലാ മാസം അടച്ചടച്ച് പോവാണ്. ഇനി ഇങ്ങനെ ഒരു പേഴ്സണൽ ലോൺ കൂടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസമുള്ള EMI അടവ് പോലും പെൻഡിങ് ആയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ബാധ്യതകൾ എടുത്തു വെക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് 2 തവണ ചിന്തിക്കണം? എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ 2 തവണ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ കുറെ സമയം ഇടവിട്ട് ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം വരെ നമ്മൾ അതിന് ടൈം കൊടുക്കുക. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, വലിയ ഒരു ലോങ് ടേം വിഷനിലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ കുറെ ദിവസം നമ്മൾ ഇരുന്ന് ചിന്തിച്ച് ഉറച്ച ഡിസിഷൻ എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 2 ഗണം, അതിന്റെ ഒരു നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും 2 പാർട്ട് വരും. അത് രണ്ടും ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ പ്രോപ്പർ ആയിട്ട് ഒരു അനാലിസിസ് ചെയ്ത് ഡാറ്റ കിട്ടും. അത്യാവശ്യമല്ലാത്ത ചെലവുകൾക്ക് അപേക്ഷിക്കുമ്പോൾ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം. അത്യാവശ്യമൊന്നുമല്ല, ഇത് ചെയ്തിട്ടെങ്കിൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറെ തവണ നിങ്ങൾ ആലോചിക്കണം. 1, ആഡംബര യാത്രകൾ. പാർട്ടികൾക്കും യാത്രകൾക്കും കടം വാങ്ങിക്കാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. 2, വില കൂടിയ ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, വാച്ചുകൾ, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനുകൾ. ചില സബ്സ്ക്രിപ്ഷനൊക്കെ ഭയങ്കര എമൗണ്ട് ആണ്, ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യകതയില്ല. 3, സമ്മാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നത് ഒഴിവാക്കുക. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ. അടുത്താണ് വികാരങ്ങൾ മൂലമുള്ള വാങ്ങൽ. പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട്, പെട്ടെന്ന് ഇത് ഭയങ്കര സംഭവമാണെന്നുള്ള തോന്നലൊന്നും അപ്പൊ തന്നെ നമ്മൾ ആ ഒരു വികാരത്തിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലോൺ കിട്ടും. ഈ പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന സൈറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് ലോണുകൾ കിട്ടുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ ഭയങ്കര അപകടമാണ്, തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇനി അപകട സാധ്യതകളും ചെലവുകളെ കുറിച്ച് നോക്കാം. 1, ഉയർന്ന ചിലവുകളാണ്. വ്യക്തിഗത വായ്പകൾക്ക് ഉയർന്ന പലിശ നിരക്കുകളുണ്ട്. സുരക്ഷിതമല്ലാത്ത വായ്പകളുടെ ഏറ്റവും ചെലവേറിയ രൂപങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഈട് ഇല്ലാത്തതിനാൽ അവ കൂടുതൽ ചെലവേറിയതാവുന്നു. ഈട് ഇല്ലാത്തതുകൊണ്ട്, ഈട് ജാമ്യം കൊളാട്രൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് മേടിക്കുക. ഐ തിങ്ക് 12% മുതൽ 36%. 18% മേള എല്ലാവരും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിസ്കിയാണ്. ഇത്രയൊക്കെ പെർസെന്റ് കൊടുക്കണ്ടേ ഇൻട്രസ്റ്റ്? അതുകൂടെ പ്രോസസിംഗ് ചാർജ്, GST ഇങ്ങനെയുള്ള കുറെ ചാർജും കൂടി നമ്മുടെ മേലിൽ അടിച്ചമർത്തും. ഇനി സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചാണ് പോകുന്നത്. അതായത് സാമ്പത്തിക ആരോഗ്യം എന്ന് പറയാം. അത്യാവശ്യമല്ലാത്ത ചെലവുകൾക്കായിട്ട് നിങ്ങൾ കടം വാങ്ങുമ്പോൾ സാമ്പത്തിക ആരോഗ്യത്തെ ബാധിക്കും. ആരോഗ്യം മനുഷ്യന് മാത്രം സാമ്പത്തികത്തിനും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി, സാമ്പത്തിക ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം.
സ്റ്റേബിൾ ആയിരിക്കണം. അപ്പൊ അതിന് അത്യാവശ്യമില്ലാത്ത കാര്യത്തിന് കടം മേടിക്കുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ തിരിച്ചെടുക്കണ്ട. വികാരങ്ങളുടെ പുറത്തുള്ള ചെറിയ വാങ്ങലുകൾ പോലും നീണ്ടു നിൽക്കുന്ന തിരിച്ചടവുകൾക്ക് കാരണമാകുന്നു. ശരിയാണ്, പെട്ടെന്ന് നമുക്കൊരു ഇൻസ്പിറേഷൻ വന്നു, ഇത് കൊള്ളാം, നല്ലൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ വാങ്ങിക്കുന്നു. ഒരു കാര്യമില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു, ഇതുപോലുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വാങ്ങിച്ചതാണ്. ഒരു വീഡിയോ പെട്ടെന്ന് കണ്ടു, ഒരു യൂട്യൂബറിനെ. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഫോണാണെന്ന് തോന്നി. എഗെയിൻ ഞാൻ വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ അതിന്റെ പരസ്യം, വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ വേറെ തന്നെ പരസ്യം. അപ്പൊ കുറെ വീഡിയോകൾ കണ്ടു, കുറെ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും ഇത് തന്നെ വാങ്ങിച്ചോളാം. ഞാൻ ഇപ്പൊ നിലവിൽ ഐഫോൺ ഉപയോഗിക്കുന്നു, ആ ഐഫോൺ ഉപയോഗിക്കുന്ന ഞാൻ ഒരു ആൻഡ്രോയിഡ് മൊബൈലിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ അതിനകത്ത് എന്റെ കുറെ കോൺടാക്ട്സ് ആഡ് ചെയ്തിട്ട് ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഫോൺ അങ്ങ് ഹാങ് ആവാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഹാങ് ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഐഫോൺ ഉപയോഗിച്ചിട്ട് മറ്റൊരു ഫോണിലേക്ക് പോകുമ്പോഴുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാൻ ആ ഫോൺ ഒറ്റ ദിവസം ഉപയോഗിച്ചിട്ട് ഞാനത് ബോക്സിൽ ഞാൻ അവിടെ എടുത്തു വെച്ചു. അപ്പൊ ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ റിക്വയർമെന്റ് വരും, നമുക്ക് ആ വരുന്ന സമയത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഒരു ഇൻസ്പിറേഷൻ, പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് ഒരു വികാരം തോന്നി, അത് വാങ്ങിക്കണം, നല്ലൊരു സാധനമാണ്, ഇങ്ങനെയാണ് അതങ്ങനെ വാങ്ങിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മൊബൈൽ ഷോപ്പിലുള്ള ഒരു സെയിൽസ്മാൻ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം, നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു സ്വാധീനം, അതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് മാത്രമല്ല, ഇത് എനിക്കൊരു മൊബൈലിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. ഇങ്ങനെ പല സാധനങ്ങളിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഗാഡ്ജറ്റുകൾ എന്റെ വീട്ടിലുണ്ട്, പല ടൈപ്പ് ഗാഡ്ജറ്റുകൾ. ഇവൻ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ പോലും ഒരുപാട് ആവശ്യമില്ലാത്ത ഗാഡ്ജറ്റുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടി വരില്ല, ഇതൊക്കെ നമ്മുടെ വികാരങ്ങളുടെ പുറത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. ബേസിക്കലി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറയുന്നു. അമിതമായ വായ്പകൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇടിയാൻ എന്തായാലും കാരണമാണ്, ഉറപ്പാണ്. സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോൺ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറഞ്ഞ മൊബൈൽ ഫോണിന്റെ ലോൺ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡിനകത്ത് മുഴുവൻ പേയ്മെന്റ് മൊത്തം ചെയ്തിട്ട് ആ എമൗണ്ട് ഓട്ടോമാറ്റിക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറി, റീഫണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറി, ഓവർ പേയ്മെന്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് തിരിച്ചു കയറി. അതെങ്ങനെ ഇനി ലോൺ ക്ലോസ് ചെയ്യുമെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനിലാണ്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തതാണ്, ക്രെഡിറ്റ് കാർഡ് വഴി എടുത്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ ബാധിക്കും. ഇതിനൊക്കെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, എത്രയോ ചെലവ് പോകുന്നുണ്ടോ, നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ളത് മാനസികവും നിയമപരമായിട്ടുള്ള വശങ്ങളാണ്. ഉയർന്ന കടം കൈകാര്യം ചെയ്യുന്നത് വൈകാരികമായി നമ്മളെ തളർത്തുന്നതാണ്, ഉറപ്പാണ്. വലിയ എമൗണ്ട് ഒക്കെ കൈകാര്യം ചെയ്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. നമ്മൾ ആ ദിവസം ഓർത്തിരിക്കും, EMI എവിടുന്ന് അറേഞ്ച് ചെയ്യണം, അങ്ങനെ ടെൻഷനിലായിരിക്കും. വേഗത്തിൽ തിരിച്ചടയ്ക്കാനുള്ള സമ്മർദ്ദം മാനസികമായിട്ട് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. നമ്മളത് എങ്ങനെയൊന്ന് തീർക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ അതൊരു ഭയങ്കര ടെൻഷനായിട്ട് മാറും, ഉറക്കമില്ലായ്മയിലേക്ക് എത്തും. ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡിജിറ്റൽ വായ്പാ സൗകര്യങ്ങൾ ഇപ്പൊ ദീർഘകാലമായിട്ടുള്ള നമ്മൾക്ക് ഒരുപാട് അടവുകൾ കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പണി തരാനുള്ള സാധ്യത കൂടുതലാണ്. വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നിയമ നടപടിയും ഭീഷണിയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇതൊക്കെയാണ് മാനസികപരമായിട്ടുള്ള വശങ്ങൾ. ഓർക്കുക, സമ്മാനങ്ങൾക്കോ അത്യാവശ്യമല്ലാത്ത ചെലവുകൾക്കോ വേണ്ടി മാത്രം വ്യക്തിഗത വായ്പ എടുക്കുന്നത് വിവേകപൂർണമായിട്ടുള്ള തീരുമാനമല്ല. സാമ്പത്തിക സ്ഥിരത, സംയമനം, അച്ചടക്കം എന്നിവ നിലനിർത്തുന്നത് എക്കാലത്തും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ടഫാണ്. മനുഷ്യന്റെ മനസ്സാണ് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടേയിരിക്കും. എന്നിരുന്നാലും നമ്മളൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.